തഡ്വൈസർ, തിരുമാലി, ഹനാൻ ഷാ, ഈച്ചു 4 പേര് ഒരുമിച്ച് വരുന്ന സ്രാവ് എന്നൊരു സോങ് ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടോക്കാം വാ. അതിലെ 4 പേരുണ്ട് ഗൈസ്. അവരായിരുന്നു മാസ് പാട്ടുണ്ട്. സെറ്റിംഗ് കൊള്ളാം. സ്രാവ്, ഈച്ചു, ബോൾ. കൊള്ളാം കേട്ടോ പാട്ട്. ഹനാൻ ഷായുടെ സൗണ്ട് ആണോ? ഹനാൻ ഷാ ഇതാണ് ബുക്ക് കേട്ടാ. കൊള്ളാം കേട്ടാ. മെയിൻ സാധനം എന്തോ വരുമെന്ന് തോന്നുന്നു. ഇപ്പം തീരുമാനിക്കാൻ വരുമായിരിക്കും. ഫുട്ബോളുമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നില്ല കേട്ടാ. പെരുന്നാളിനെ ആക്ച്വലി പാട്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും കാട്ടി നല്ല പാട്ടാണ്. BGM, അതായത് ഇപ്പൊ കേട്ട സെറ്റിങ് നമ്മൾ DJയിലൊക്കെ കേട്ട സെറ്റിങ് പോലെ ആണെങ്കിലും ആ പാട്ടോടെ ചേർന്നപ്പോ കൊള്ളാം. ആൻഡ് സ്രാവ് എന്നാണ് പാട്ടിന്റെ പേര്. ആൻഡ് ഇതിന്റെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആ ഒരു കോസ്റ്റ്യൂം വൈസ് അങ്ങനെ ഇതൊരു ലിറിക് വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു കൂടിയ പെട്ടെന്ന് തന്നെ ഒരു മ്യൂസിക് വീഡിയോയും കൂടെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പാട്ട് കൊള്ളാം. ഫസ്റ്റ് ഈച്ചു പാടിയതൊക്കെ കൊള്ളാം, കേൾക്കാനൊക്കെ കൊള്ളാം. ഇത് തൽപേസാണ്. അനൻഷ, തിരുമാലി 4 പേരുണ്ട്. ബ്രസീല്, പോർച്ചുഗൽ, അർജന്റീന ആണ് ഇനി. ഇപ്പൊ ഇതെന്നാ ചെറിയ പരിപാടിയില്ല കേട്ടോ. ഫുട്ബോളാണ് കൂടുതൽ കാണിക്കുന്നത്. ഇത് സൂപ്പർ കേട്ടാ. അത് ഇതാവുന്നത് കൊള്ളാം. ലിറിക്സ് ഒക്കെ കൊള്ളാം, മ്യൂസിക്കും കൊള്ളാം. ഒരു പാട്ട് പാടുന്ന ഈ മലയാളത്തിൽ, പ്രത്യേകിച്ച് ഈ മലയാളത്തിൽ റാപ്പ് എഴുതാന്ന് പറയുന്ന ചെറിയ പരിപാടിയൊന്നുമില്ല. ആൻഡ് തിരുമാലിയൊക്കെ അതേപോലെ സൂപ്പറായിട്ടുള്ള റാപ്പൊക്കെ നല്ല സ്പീഡ് റാപ്പാണ്. നമുക്ക് തന്നെ ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ടെക്നോ പാർക്കിലെ പരിപാടിക്കൊക്കെ തിരുമാലിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. തിരുമാലിയുടെ പാട്ടുകൾ എല്ലാം അന്നായിരുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തിരക്ക് വന്ന ഒരു ദിവസം ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ. പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് എവിടെ കേട്ടതുപോലെ തോന്നുന്നു. എന്നിരുന്നാലും ഈ പാട്ടിനോട് ഓക്കെയാണ്. അനന്ത, സർവൈസർ, തിരുമാലി, ഈച്ചു, ലിറിക്കൽ വീഡിയോ കാമോഫ്ലാഗ്, സ്രാവ്. അഡ്വൈസർ, തിരുമാലി, ഹനാൻ ഷാ, ഈച്ചു 4 പേര് ഒരുമിച്ചുള്ള ഒരു സോങ് ആണ് സ്രാവ്. ഇതിന്റെ ലിറിക് വീഡിയോ ആണ് ഇത്. പാട്ട് കൊള്ളാം ഗൈസ്. ലിറിക്സ് ആകട്ടെ, മ്യൂസിക് ആകട്ടെ, ഞാൻ ലിറിക് വീഡിയോയും നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ ഫുട്ബോളുമായിട്ട് കുറെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ലിറിക് വീഡിയോയിൽ വരുന്ന ജേഴ്സി, ഫുട്ബോൾ അങ്ങനെ. പിന്നെ ഇടയിൽ ഈ രാവണൻ അതുപോലത്തെ സംഭവം വരുന്നുണ്ട്, ആനയും വരുന്നുണ്ട്, ഒരു മാസ് അപ്പീൽ വരുന്നുണ്ട്. പക്ഷെ സ്രാവ് എന്ന് പറഞ്ഞ് സ്രാവിന്റെ ആ ഒരു കടലാഴം, കടലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്രാവിന്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും അതിൽ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോ അത് വേറെ ഒരു അർത്ഥം ചൂണ്ടിക്കാണിക്കുന്നതാണെന്നും അറിയില്ല. പക്ഷെ പാട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. തുടക്കത്തിൽ ഈച്ചു പാടിയത് തന്നെ നന്നായിട്ടുണ്ട്. ഞാൻ അത്രയ്ക്കും ഈച്ചു നന്നായിട്ട് പാടുമെന്ന് വിചാരിച്ചില്ല. നല്ല കേൾക്കാനും കൊള്ളാം. നല്ല രീതിക്ക് തന്നെയാണ് ഈച്ചുവും പാടിയിരിക്കുന്നത്. പിന്നെ തിരുമാലിയും നന്നായിട്ട് പാടിയിട്ടുണ്ട്. തഡ്വൈസറിന്റെ മ്യൂസിക്കും കൊള്ളാം.
മൊത്തത്തിൽ ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ മ്യൂസിക് വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസത്തിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ലിറിക് വീഡിയോ ആണ്. മ്യൂസിക് വീഡിയോ മിക്കവാറും അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ചെയ്യും. എന്തായാലും അവർ ചെയ്ത് റിലീസ് ചെയ്യും. ബട്ട് സ്രാവ് നല്ലൊരു പാട്ട്. ഹനാൻ ഷാ ആകട്ടെ, ഈച്ചു ആകട്ടെ, തിരുമാലി, തഡ്ബൈസർ എല്ലാവരും 4 പേര് നല്ല രീതിക്ക് തന്നെ ഒരു ഒരു വൻ പാട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു പാട്ട് തന്നെയാണ്. ഈ കടലാഴം ആ ഒരു പോർഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ഹുക്കും ഉണ്ട്, ആ ഒരു മാസ് അപ്പീലും ഉണ്ട്, എല്ലാത്തിലും ഒരു ഗൂസ് ബംസ് പോലെ അവർ കൊണ്ടുവരുന്ന രീതിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു പാട്ട് തന്നെയാണ് സ്രാവ്.